ആത്മസന്തോഷം എന്തിനു പിന്നത്തേക്കാക്കണം? എപ്പോഴും ആധ്യാത്മികതയിൽ ആണല്ലോ എന്ന് ചിലർ ചോദിക്കും. മാത്രമല്ല, സ്വന്തം വീട്ടിൽ നാമം ചൊല്ലുന്നത് ഒന്നുറക്കെ ആയിപ്പോയാൽ ആ സമയത്ത് വീട്ടിലേക്ക് വരുന്നവൻ പറയും, ഓ, ഭക്തി പ്രകടനമാണ്, ഞങ്ങളൊന്നും ഭക്തി പ്രകടിപ്പിക്കാറില്ല. ഇത്തരക്കാരുമുണ്ട്. ഭക്തിയെ ജീവിതത്തിൻ്റെ അന്ത്യകാലത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു ചിലർ. അങ്ങനെ പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുമുണ്ട്. വയസ്സായ മാതാപിതാക്കളോട് നീരസത്തോടെ ചില മക്കൾ പറയും, കുറേ പ്രായമായില്ലേ, ഇനി ഞങ്ങളുടെ കാര്യത്തിലൊന്നും ഇടപെടാതെ രാമനാമം ജപിച്ചിരുന്നൂടെ എന്ന്. അത് അകറ്റി നിർത്തലിൻ്റെ ശബ്ദമാണെങ്കിലും അവർ അറിയാതെ മാതാപിതാക്കളോട് പറയുന്നതാണ്, ഇനിയും രാമനാമം ജപിക്കാൻ സമയം ബാക്കിയുണ്ട്, ചെയ്തോളൂ എന്ന്. അന്ത്യനിമിഷത്തിൽ ഭഗവാനെക്കുറിച്ച് ഓർക്കാൻ വേണ്ടി, ആ ഓർമ്മയോടെ ഈ ഭൗതിക ലോകത്തോട് വിട പറയാൻ വേണ്ടി ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, അവസാന കാലത്ത് പഠിക്കുന്നതൊന്നും ഓർമ്മയിൽ ഉണ്ടാകണമെന്നില്ല. അതിന് എത്രയും നേരത്തെ തന്നെ ആരംഭിക്കണം. കാരണം നമ്മൾ ചെറുതിലെ പഠിച്ച അക്ഷരങ്ങൾ ഒന്നും ഒരിക്കലും മറക്കില്ല. പിന്നീട് പഠിക്കുന്നതൊക്കെ എല്ലാം ഓർമ്മയിൽ ഉണ്ടാകണമെന്നും ഇല്ല. ഉദാഹരണമായി ഒരു വ്യവസായിയുടെ കഥയുണ്ട്. നഗരത്തിലെ ഒരു വലിയ വ്യവസായിക്ക് തൻ്റെ മരണസമയത്ത് നാരായണ എന്ന് വിളിച്ചുകൊണ്ട് വേണം ഇവിടം വിട്ടു പോകാൻ എന്ന ആഗ്രഹം. വളരെ വൈകിയാണ് ഉണ്ടായത് ഇത്. അങ്ങനെ അദ്ദേഹം തൻ്റെ ബിസിനസ്സുകൾ എല്ലാം മക്കളെ ഏൽപ്പിച്ചിട്ട് ആധ്യാത്മികതയിലേക്ക് തിരിഞ്ഞു. ഏറെ താമസിയാതെ തന്നെ അദ്ദേഹത്തിന് അസുഖം കലശലായി കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ഡോക്ടർ പറഞ്ഞു, മക്കളെയൊക്കെ അറിയിച്ചോളൂ എന്ന്. മക്കൾ ഓരോരുത്തരായി അച്ഛനെ കാണാനായിട്ട് ചെന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, ഷോപ്പ് എന്തു ചെയ്തു? അപ്പോൾ മകൻ പറഞ്ഞു, കുഴപ്പമില്ല അച്ഛാ, ഞാൻ ആളെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. രണ്ടാമത്തെ മകൻ വന്നപ്പോഴും അച്ഛൻ അതേ ചോദ്യം ചോദിച്ചു. അയാളും പറഞ്ഞു, ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. മൂന്നാമത്തെ മകൻ വന്നപ്പോഴും ഇതേ ചോദ്യം ആവർത്തിച്ചു. അദ്ദേഹം പറഞ്ഞു, ഓ, അച്ഛൻ ഇവിടെ സുഖമില്ലാതെ കിടക്കുമ്പോഴാണോ ഇതൊക്കെ? ഞാനെല്ലാം അടച്ചിട്ടഴിഞ്ഞു പോന്നു. ഇത് കേട്ടതും അച്ഛന് വല്ലാത്ത വിഷമം, ദേഷ്യം. ആ മകനെ ആ ദേഷ്യം കൊണ്ട് ശകാരിച്ചു. ആ ശകാരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവനും പോയി. നാരായണ എന്ന വിളിക്കുള്ള മോഹം മാത്രം ബാക്കിയായി. കോപാകുലനായ അദ്ദേഹത്തിന് ആ നാമം നാവിൽ വന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് ചെറുതിലെ അക്ഷരങ്ങൾ പഠിച്ചതുപോലെ എത്രയും നേരത്തെ തന്നെ തുടങ്ങണമെന്ന്. പറഞ്ഞ് മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങണം. എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ പെട്ടെന്ന് അയ്യോ എന്ന് വിളിക്കുന്നത് പോലെ ഭഗവത് നാമം നാവിൽ വരണം. മനസാ വാചാ കർമ്മണ നിരന്തരം സ്മരിക്കുന്നു ഞാൻ, എന്നിട്ടും എന്നോട് കനിവ് കാട്ടാൻ അമാന്തമെന്തേ എന്ന് മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഒരു പഴയ ഭജനയാണിത്. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും നിരന്തരം ഭഗവാനെ സ്മരിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. ഈ ജീവിതം എന്തിനു തന്നു, തൻ്റെ അവതാര ഉദ്ദേശം എന്ത് എന്നറിയാൻ ശ്രമിക്കുവാൻ സദാ അതറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അവർ. ഭഗവാന്റെ ഓരോ അവതാരത്തിനും ഓരോ ലക്ഷ്യമുണ്ട്. അതുപോലെ നമ്മുടെ ഈ ജന്മത്തിനും ഒരു ഉദ്ദേശമുണ്ട്. അതാണല്ലോ ജനിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടായിരിക്കും എന്ന് പറയുന്നത്. ആ കഴിവിനെ നമ്മൾ അറിയുന്നില്ല. ജീവിത സുഖങ്ങൾ അനുഭവിക്കരുത് എന്ന് പറയുന്നില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ സർവ്വജീവിത സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ജീവിച്ച് നമുക്ക് ആ ജീവിതം മനസ്സിലാക്കി തന്നത്. പക്ഷേ ജീവിത സത്യങ്ങൾ മനസ്സിലാക്കി പോയില്ലെങ്കിൽ സുഖത്തിന് പകരം ദുഃഖത്തിന് നമ്മൾ കീഴ്പ്പെട്ടു പോകും. ആരെങ്കിലും സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖമാണ് എന്ന് പറയും. എന്നാൽ ഭൗതിക ലോകത്തിൽ സുഖത്തിന് നിലനിൽപ്പില്ല. വളരെ കുറച്ചൊന്നും ആളുകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. വീണ്ടും ദുഃഖം വഴുതി വീഴും. പാൽപ്പായസം കുടിക്കുമ്പോൾ നമുക്ക് തോന്നും മതി എന്ന്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ആ പാൽപ്പായസത്തിൻ്റെ രുചി നാവിൽ നിറഞ്ഞു വരും. അതുപോലെ ആഗ്രഹത്തിലേക്ക് തൃപ്തി വരുത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്.
മനുഷ്യ മനസ്സിൽ എപ്പോഴും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടാകും. അവ പലപ്പോഴും സഫലമാകണമെന്നുമില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈശ്വരനെ വിളിക്കാം എന്ന് കരുതുന്നത് ബുദ്ധിശൂന്യതയാണ്. അതുകൊണ്ട് ദുഃഖത്തെ തരണം ചെയ്യാനുള്ള ശ്രമം ആരോഗ്യമുള്ളപ്പോൾ തന്നെ തുടങ്ങണം. മനസ്സിൻ്റെ ദുർബലതകളെ അതിജീവിക്കാൻ നമ്മൾ പ്രയത്നിക്കണം. മൃഗങ്ങൾ ചെയ്യുന്നത് ആഹാരം കഴിക്കുക, ഉറങ്ങുക, ഇങ്ങോട്ടാക്രമിച്ചാൽ തിരിച്ച് ആക്രമിക്കുക, സന്താന ഉൽപാദനം നടത്തുക എന്നിവയാണ്. ഇതുതന്നെ മനുഷ്യനും ചെയ്താൽ പിന്നെ മനുഷ്യനും മൃഗങ്ങളും തുല്യരല്ലേ? എന്നാൽ ഏറ്റവും പുണ്യജന്മമായ മനുഷ്യജന്മം കിട്ടിയിട്ടും വീണ്ടും വീണ്ടും പുഴുവായും പുലിയായും മരമായും ജനിക്കാൻ ഇടവരാതെ ആത്മാവിന് ഒരു തിരിച്ചുപോക്കുണ്ടാകാൻ വേണ്ടിയാണ് ഈശ്വരഭജനം ചെയ്യേണ്ടത്. അത് എത്രയും നേരത്തെ തുടങ്ങുന്നതാണ് ഉത്തമം. ഇത് പൂന്താനം ജ്ഞാനപ്പാനയിലൂടെ നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട്. അവസാന ജന്മമായ മനുഷ്യജന്മം കിട്ടുന്നത് അതുതന്നെ മുജ്ജന്മ സുഹൃതം കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നു. അടുത്ത ജന്മം മനുഷ്യജന്മമാണോ മൃഗജന്മമാണോ എന്ന് അറിയില്ല. ഏതായാലും ഭക്തി പുനർജന്മത്തിലും ഉപകരിക്കും എന്ന് ഭാഗവതത്തിൽ ഗജേന്ദ്രമോക്ഷം കഥയിൽ പറയുന്നുണ്ട്. ഭക്തനായിരുന്ന ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവ് തൻ്റെ അടുത്ത ജന്മത്തിൽ ആനയായി വന്നു. ഒരിക്കൽ ആനയുടെ രാജാവായ ഗജേന്ദ്രനും കുടുംബവും കുളിക്കാനിറങ്ങിയ വെള്ളത്തിൽ ചെളിയുണ്ട് എന്നറിയാതെ അതിൽ ഇറങ്ങി. കഷ്ടകാലത്തിന് ഗജേന്ദ്രൻ്റെ കാല് ചെളിയിൽ താഴ്ന്നു. ആ സമയത്ത് ഒരു മുതല വന്ന് കാലിൽ പിടികൂടുകയും ചെയ്തു. ആന കാലെത്ര വലിച്ചിട്ടും വന്നില്ല, മുതലോട്ട് പിടിവിടുകയുമില്ല. അങ്ങനെ ഏറെ നാൾ കഴിഞ്ഞു. ആന ക്ഷീണിതനായി. കൂടെയുണ്ടായിരുന്ന ആനകളെല്ലാം തിരിച്ചുപോയി. ഗജേന്ദ്രൻ ഒറ്റപ്പെട്ടു. ഒരു ഗതിയുമില്ലാതെ അവസ്ഥയിൽ തൻ്റെ പൂർവജന്മത്തിലെ സ്തുതി ഓർമ്മയിൽ വന്നു. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞ് അടുത്തു കണ്ട താമരപ്പൂവ് എത്തി വലിഞ്ഞ് എടുത്ത് ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ ആനയെയും മുതലയെയും രക്ഷിച്ചു എന്നാണ് കഥ. ഭക്തി ഒരു ജന്മത്തിൽ മാത്രമല്ല അടുത്ത ജന്മത്തിലും നമുക്ക് ഉപകരിക്കും. ഭൗതികമായി നേടുന്ന വിദ്യാഭ്യാസമൊന്നും നമ്മോടൊപ്പം ഉണ്ടാകില്ല. ഭൗതിക ജീവിതം കഴിയുന്നതോടെ അതും അവസാനിക്കും. എന്നാൽ ആധ്യാത്മിക വിദ്യാഭ്യാസം കൂടെയുണ്ടാകും എന്നും ഈ കഥ നമ്മളെ അത് മനസ്സിലാക്കി തരുന്നു. ധാരാളം കഥകൾ ഭാഗവതത്തിലുണ്ട്. കുട്ടിയായ പ്രഹ്ലാദൻ്റെ ഭക്തി കൊണ്ട് അസുരന്മാരായ തൻ്റെ അച്ഛനും പേരക്കുട്ടിയുമൊക്കെ മോക്ഷം കിട്ടിയ കഥയും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഭക്തി ഉണ്ടാകാൻ എനിക്ക് പ്രായമായിട്ടില്ല, അതൊക്കെ വയസ്സായിട്ട് മതി എന്ന ധാരണ വിവേകശൂന്യമാണ്. എത്ര തിരക്കിൽപ്പെട്ടവരായാലും ഒരു 10 മിനിറ്റ് തീർച്ചയായും കിട്ടും. വിഷ്ണു സഹസ്രനാമത്തിൽ പാർവതീദേവി മഹേശ്വരനോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും പറയാൻ സമയമില്ലാത്തവർക്ക് എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ എന്ന്. അങ്ങനെ ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുകയാണ്, രാമരാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. രാമനാമം പറഞ്ഞാലും മതി, അത് സഹസ്രനാമത്തിന് തുല്യമാണ് എന്ന്. മിക്കവാറും സാധാരണക്കാർക്കിടയിലാണ് ഭക്തി വയസ്സായിട്ട് മതി എന്ന മിഥ്യാധാരണയുള്ളത്. വൻ വ്യവസായികൾ, ശാസ്ത്രജ്ഞന്മാർ, ഡോക്ടേഴ്സ് എല്ലാവരും തന്നെ ദൈവനാമത്തിൽ തന്നെയാണ് ആരംഭിക്കുന്നത് അവരുടെ ദിനചര്യകൾ. ചില ഡോക്ടേഴ്സ് പറയും, ഞങ്ങളെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന്. അവിടെ വിശ്വാസമാണ്. ചിലപ്പോൾ വിശ്വാസം രക്ഷിക്കും. വിശ്വാസമല്ലേ എല്ലാം. ഭക്തിയിലും വിശ്വാസം തന്നെയാണ് പ്രധാനം. നിശബ്ദതയിലെ ആനന്ദമാണ് ധ്യാനം. അതുതന്നെയാണ് ഭക്തിയുടെ ആനന്ദം. അത് അനുഭവിച്ചു തന്നെ അറിയണം, പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. മനസ്സും ശരീരവും ഒന്നായി വല്ലാത്തൊരു അനുഭൂതിയാണ് ഭക്തി. ഭക്തി ആസ്വദിച്ചു തുടങ്ങിയാൽ ഒരിക്കലും വിട്ടുപോകാൻ തോന്നത്തില്ല. ആ മനസ്സ് ആനന്ദമയമായിരിക്കും. സ്വന്തം ആത്മാവിനെ അറിഞ്ഞു തുടങ്ങുമ്പോൾ ആത്മാവ് നിങ്ങളോട് സംസാരിക്കും. ഈശ്വരീയ ജ്ഞാനത്തിലൂടെ ആനന്ദം അനുഭവിക്കാനും മറ്റുള്ളവർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കാനും അതിലൂടെ മാതൃകയാകാനും കഴിയും. നമ്മൾ ഉറക്കത്തിൽ സർവം സമർപ്പണം ചെയ്ത് സുഖമായി ഉറങ്ങുന്നു.
അതുപോലെ മനസ്സ് ഈശ്വരന് സമർപ്പണം ചെയ്താൽ അവിടെ ദുഃഖത്തിന് പ്രസക്തി ഉണ്ടാകില്ല. ഭക്തി അവാച്യമാണ്. ആ ആത്മസന്തോഷം എന്തിന് പിന്നത്തേക്കാക്കണം? മനനം ചെയ്യാൻ കഴിയുന്നവനാണ് മനുഷ്യൻ. മനുഷ്യൻ മാത്രമാണ് ആധ്യാത്മിക ജ്ഞാനം നേടുന്നത്. ഈ ജ്ഞാനത്തിലൂടെ മനുഷ്യജന്മം ആസ്വദിക്കൂ.